അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഗോയിങ് ടു കണക്ട് ആൻ AC സോഴ്സ്. അപ്പോൾ AC സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ചില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ VI എന്നും VO എന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കണക്ട് ആൻ AC സോഴ്സ് ഹിയർ. ഓക്കെ, ഇവിടെ നമ്മൾ AC സോഴ്സ് കൊടുക്കാൻ പോവുക. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കണം നോക്കിയേ. ദിസ് ഈസ് അവർ AC സോഴ്സ്. ഇതെങ്ങനെ കൊടുക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ AC സോഴ്സ് എങ്ങനെയാണ് കൊടുത്തത് നോക്കിയേ. ദിസ് ഇസ് അവർ ഇൻപുട്ട് സോഴ്സ്. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തൊരു കപ്പാസിറ്റർ വഴിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ AC സോഴ്സ് എടുക്കുമ്പോൾ AC ചിലപ്പോൾ ചില സമയത്ത് DC കയറി വരും. ദർ വിൽ ബി സം DC കമ്പോണന്റ് ഇൻ അവർ സോഴ്സ്. ഈ DC കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് എത്തരുത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ ബയാസ് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങനെയാണ് ബയാസ് ചെയ്തത്? ഈ ബാറ്ററി വെച്ചു. അപ്പോൾ ഇതും DC ആണ്. അപ്പോൾ ഈ DC കണ്ടീഷൻസ് വെച്ചാണ് നമ്മൾ ബയസ് ചെയ്യുന്നത്. അതായത് ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസറും നമ്മുടെ കളക്ടർ പാർട്ട് റിവേഴ്സ് ബയസറും. പുറമേ നിന്നൊരു DC സോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുറമേ നിന്നൊരു DC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ബേസിലേക്ക് വരുന്ന വോൾട്ടേജ് ചിലപ്പോൾ വളരെ കൂടിപ്പോകും. എന്ത് പറ്റും? ഇത് ചിലപ്പോൾ സാച്ചുറേഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതൊഴിയാതെ നമ്മൾ DC കണ്ടീഷൻസ് ഔട്ട്സൈഡ് ആവുന്നത് ആക്റ്റീവ് റീജിയൻ എന്ന് നമ്മൾ ട്രാൻസിസ്റ്റർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്റർ വിൽ ബ്ലോക്ക് ഓൾ DC. ഓക്കെ, കപ്പാസിറ്ററിന്റെ പ്രത്യേകത DC ഒക്കെ ബ്ലോക്ക് ചെയ്യും. ഇതിന്റെ കാര്യം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റർ വിൽ ബ്ലോക്ക് ഓൾ DC ബട്ട് വിൽ ലെറ്റ് ഓൾ AC ടു പാസ് ത്രൂ. അപ്പോൾ ഈ ഒരു സോഴ്സിനകത്തുള്ള ഏതെങ്കിലും DC പാർട്ട് ഉണ്ടെങ്കിൽ ഇതിവിടെ വരുമ്പോൾ നിൽക്കും. AC മാത്രം അകത്തേക്ക് കടന്നു പോകും. ഓക്കെ, ഇനി AC അകത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കണം നോക്കിയേ. ലെറ്റ് us say that this VDD is keeping this ട്രാൻസിസ്റ്റർ ഇൻ ദ ആക്റ്റീവ് റീജിയൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ ബേസിലേക്ക് ആരൊക്കെ കയറി വരുന്നുണ്ട്. ലെറ്റ് us draw the base voltage and time. നമുക്ക് ബേസിലുള്ള വോൾട്ടേജ് ആണ് VB എന്ന് ഞാൻ തൽക്കാലം വിളിക്കുകയാണ്. ബേസിലേക്ക് ആരൊക്കെ കയറി വരുന്നത്? ബേസിലേക്ക് ഒരു DC വോൾട്ടേജ് എന്തായാലും ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജ് വരുന്നുണ്ട്. ഓക്കെ, സോ ദർ ഇസ് എ കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ലൈക്ക് ദിസ്. പിന്നെ ആരാണ് ഈ DC വോൾട്ടേജിന്റെ പുറത്താണ് ആര് കയറി വരാൻ പോണത്? ഈ ഇൻപുട്ട് AC കയറി വരാൻ പോകുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് ദിസ് ഇൻപുട്ട് AC വിൽ വേരി ലൈക്ക് ദിസ് ഓൺലി. ഓക്കെ, അതായത് ഈ ഇൻപുട്ട് AC ഈ വോൾട്ടേജ് വേരിയേഷൻ വരുന്നത് ഈ വോൾട്ടേജിന്റെ മുകളിലേക്കും താഴേക്ക് വരും. അതായത് ഈ ഇൻപുട്ട് AC എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബേസ് വോൾട്ടേജ് വിൽ ബി VBB. അപ്പൊ ഇത് ശരിക്കും VBB ആണ്. So the variations of the base AC voltage happens about the mean position VBB. Okay. അപ്പോൾ അതാണ് നമ്മുടെ ഇൻപുട്ടിന്റെ കാര്യം. അപ്പോൾ ഇൻപുട്ട് ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VBBക്ക് മുകളിലേക്ക് താഴേക്കാണ് വ്യത്യാസം പറയുന്നത്. തീർച്ചയായിട്ടും ആർക്കും വ്യത്യാസം, IBക്ക് വ്യത്യാസം വരും. കാരണം എന്തുകൊണ്ടാണ്? IB എന്ന് പറയുന്നത് ഈ VBB കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട് തന്നെ സൈനസോയിഡലായിട്ട് വേരി ചെയ്യും. എന്ത് പറ്റും? ബേസ് കറണ്ടും സൈനസോയിഡലായിട്ട് വേരി ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ബേസ് കറണ്ട് ഇൻപുട്ട് കറണ്ട് മാറിയാൽ ഔട്ട്പുട്ട് കറണ്ട് മാറില്ലേ? അപ്പോൾ എന്ത് പറ്റും? IC ഈക്വൽ ടു ബീറ്റ IB. അപ്പോൾ IBക്ക് സൈനസോയിഡലായിട്ട് വേരിയേഷൻ വരുന്ന കാരണം ആർക്കും സൈനസോയിഡലായിട്ട് വേരിയേഷൻ വരും, ICക്ക് വരും. ICക്ക് സൈനസോയിഡലായിട്ട് വേരിയേഷൻ വന്നാൽ എന്താ പറ്റുക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾസോ സ്റ്റാർട്ട് ടു വേരി സൈനസോയിഡലി. കാരണം VCC ഒരു കോൺസ്റ്റന്റ് ബാറ്ററി അല്ലേ. And now this is having a sinusoidal variation, which means the entire VCE will start varying sinusoidally. Okay. ഇനി ഇത് നമുക്ക് ക്ലിയർ ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? Now let us take this one.
VBB equal to this VBB is equal to VBE plus IB RB. നമ്മൾ ഈ VBB ആണ് നമ്മൾ എന്തായിട്ട് വിളിക്കാൻ പോകുന്നത്? ഇൻപുട്ട് പാർട്ടായിട്ട് വിളിക്കാൻ പോകുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് VBB, we will write it as Vin is equal to VBE plus IB RB. V എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് ആലോചിച്ച് നോക്കിയത്? V is the total of these two. രണ്ടും കൂടെ എടുത്തിട്ടാണ് നമ്മൾ V in എന്ന് വിളിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Let's say delta V in. So delta V in is equal to delta VBE plus delta IB RB. Okay. ഇതില് ഓർക്കുക VBE is 0.7 volts. And delta എടുത്തു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ ആകാൻ പോകുന്നില്ല. So we can very easily say that delta VB is 0 because VB is a constant voltage that is required to bias this part. അതിന് വലിയ വേരിയേഷൻ വരാറില്ല സാധാരണ. അപ്പോൾ നമുക്ക് ഡെൽറ്റ VB എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. So I can say that delta V in is equal to 0. അതായത് that is delta IB RB. ഒരു സംശയം വരെ എന്തുകൊണ്ടാണ് ഡെൽറ്റ IB മാത്രം? ഡെൽറ്റയ്ക്ക് ശേഷം ബ്രാക്കറ്റിനകത്ത് IB RB വേണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. കാരണം സൈനസോഡൽ വേരിയേഷൻ ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? കറണ്ടിന് മാത്രമേ വരുന്നുള്ളൂ. RB will remain RB because RB is just a resistor. നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ ആണ്, അതിന്റെ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ഡെൽറ്റ V is equal to ഡെൽറ്റ IB RB only. ഓക്കെ, ഇനി ഇതേപോലെ let us remove this one. Let us take the output part. This EC equal to VCC minus ICRC. So VCE is equal to VCC minus ICRC. ഇനി ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേ, ഈ ICക്ക് വേരിയേഷൻ സിനുസോഡൽ വേരിയേഷൻ വരുന്നതാണ്. VCയും സൈനസോഡലായിട്ട് വേരി ചെയ്തതാണ്. ഓക്കെ, so let us say delta VCE. So delta VCE is equal to ഇപ്പൊ എടുക്കുമ്പോൾ delta VCC minus ഡെൽറ്റ ICRC. നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് ആണ് ഇവിടെ. ഡെൽറ്റ വരുന്ന ICക്ക് മാത്രമല്ല, RCക്ക് അല്ല. കാരണം RC is a constant resistor, അതിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ICക്ക് സൈനസോഡിലായിട്ട് വേരിയേഷൻ വരുന്നുണ്ട്. ഇനി now what is delta VCC? Remember VCC is just a battery. അതിനെ ഡെൽറ്റ എടുക്കേണ്ട എടുത്താൽ it will be 0 because there is no variation. Okay, so delta VCC is 0. So delta VCE is equal to minus delta ICRC. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ VCE ആണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. സോ ഐ ക്യാൻ പുട്ട് ഡെൽറ്റ VC as ഡെൽറ്റ VO. എനിക്കാണെങ്കിൽ ഇവിടെ തന്നെ ചെയ്യായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് VCE I could have written as VO. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ എല്ലാം VO തന്നെ അങ്ങനെ. സോ let us write delta VO this minus ഡെൽറ്റ ICRC. അപ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടിയത് നോക്കിയേ. സോ വി ഗെറ്റ് എ വെരി ക്രൂഷ്യൽ റിലേഷൻ ദാറ്റ് ഡെൽറ്റ VO is equal to minus delta ICRC. അതായത് the change in the output voltage is the negative of the change of output current. ഓക്കെ, ഈ നെഗറ്റീവ് ഉള്ളതാണ് നമ്മൾ പറയും ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും ഔട്ട് ഓഫ് ഫേസ് ആണ്. ഓക്കെ, ഈ നെഗറ്റീവ് ഉള്ളതാണ്. വേറെ കാര്യം നമുക്ക് പറയാം. Now let us take the ratio of delta VO to delta Vin. അതായത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. Now what is delta VO? It is minus delta ICRC divided by what is the other one? It is delta IB RB. അല്ലേ? ഇയാളെ നമുക്ക് പരിചയമുണ്ടോ നോക്കിയേ. ഡെൽറ്റ IC by ഡെൽറ്റ IB it is nothing but beta AC. അല്ലെ, AC കേസ് ആവുമ്പോൾ നമ്മൾ പറയുന്നത് ബീറ്റ is IC by IB. പക്ഷേ AC എന്ന് പറയുമ്പോൾ there will be change in or variation the collector current and base current. So delta IC and delta IB should be taken as the variations. So delta IC and delta IB are the ratio of these two are giving you beta AC. So this is equal to minus beta AC നമുക്ക് എഴുതാം RC by RB. This is delta
വി ഒ ബൈ ഡെൽറ്റ വി ഇൻ. ഇനി വി ഒ ബൈ വി എന്താ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കറന്റ് ഗെയിൻ, സോറി ഇത് വോൾട്ടേജ് ഗെയിൻ. ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോൾട്ടേജ് ഗെയിൻ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഐ ക്യാൻ സേ ദിസ് ഇസ് ദ വോൾട്ടേജ് ഗെയിൻ എ വി. ബീറ്റ എ സി ബീറ്റ മൈനസ് ബീറ്റ എ സി ഇൻറ്റു ആർ സി ബൈ ആർ. ഇനി മൈനസ് സൈൻ എന്തിനാ സൂചിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഈസി ടു സീ വാട്ട് ഇറ്റ് ഈസ്. സി വി ഒ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ആർ സി ബൈ ആർ ബി ഇൻറ്റു വി ഐ എന്ന് എഴുതാലോ അല്ലേ. ഇറ്റ് ഷോസ് യു ദാറ്റ് വി ഒ ആൻഡ് വി ഇൻ ആർ ഔട്ട് ഓഫ് ഫേസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് എന്ത് മാറ്റമാണോ വരുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പൊ വി ഇൻ കൂടുകയാണെന്ന് ഇരിക്കട്ടെ, വി ഇൻ കൂടുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താ, ഈ മൈനസോടെ കിടക്കുന്ന കാരണം വി ഒ കുറയാണ് ചെയ്യും. വിയുടെ ഇനിഷ്യൽ വാല്യൂ 10 ആണെന്ന് ഇരിക്കട്ടെ, വിയുടെ ഇനിഷ്യൽ വാല്യൂ 10 വി ഇൻ പതുക്കെ കൂടുകയാണ്. വി ഇൻ 1 യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, അത് മൈനസ് ആണ് വി ഒ. ഓക്കെ, the change, sorry, this change is delta, I'm sorry, this is delta. The change in will be the negative of the change in V in. അപ്പോൾ V എന്നുള്ള V ന്റെ വാല്യൂ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ the change of V will be minus of that increase of that change. അപ്പോൾ V O ഇവിടെ V ന് 1 യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ V O 1 യൂണിറ്റ് കുറയാണ് ചെയ്യുന്നത്. Okay, so that is what this minus sign signifies. Minus sign only tells you that output voltage and input voltage are out of phase. Okay. അപ്പോൾ ഇതാണ് നമുക്ക് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്നുള്ള കാര്യത്തിൽ അറിയിക്കേണ്ട ഒരു കാര്യം. That is the theory behind transistor as an amplifier. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിഫയേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കാണാൻ എന്താ, now you saw that this is the transistor circuit as an amplifier. ഇതിലൊരു പ്രശ്നമുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ there are two voltage sources, VCC and VVB. നമ്മളൊരു ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, when you go to practical circuit design we have to keep the circuit economical. Economical എന്ന് വെച്ചാൽ എന്താ, എത്രയും ചിലവ് ചുരുക്കാമോ അത്രയും ചിലവ് ചുരുക്കിയിട്ട് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യും. ഇത് സർക്യൂട്ടിൻ്റെ ചിലവ് ചുരുക്കാൻ സഹായിക്കുന്ന ഒന്നല്ല. കാരണം ഇപ്പോൾ നമുക്ക് 2 പവർ സപ്ലൈ വേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ 2 പ്ലഗ് കൊണ്ട് ചെന്ന് 2 പവർ സപ്ലൈയിലേക്ക് കൊണ്ടുവരും, രണ്ടും വേറെ വേറെ പവർ സപ്ലൈ ആണ് തന്നെ. ഇപ്പോൾ 2 പവർ സപ്ലൈ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. ഒരൊറ്റ പവർ സപ്ലൈ വെച്ച് തന്നെ നമുക്ക് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അതിനാണ് നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓർക്ക് ഇത് നമ്മൾ ഈ പറയാൻ പോകുന്നത് സർക്യൂട്ട് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന മിക്കവാറും ഡ്രോ ദ പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് സി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ദ സെയിം സർക്യൂട്ട്, നമ്മൾ ഈ വരച്ച സർക്യൂട്ട് തന്നെയാണ് ഇനി ഞാൻ വരയ്ക്കാൻ പോണത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ് മീ റിമൂവ് ദിസ് വൺ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റ് us take the transistor, the 3 terminals, the collector, base, emitter. നമ്മൾ ചെയ്യാൻ പോകണം എങ്ങനെയാണെന്ന് നോക്കിയേ. The collector resistor is here, there will be 1 emitter resistor. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ 2 റെസിസ്റ്റൻസ് ഇവിടെ പുറമേ കൊടുക്കും. ഇതാണ് നമ്മുടെ ഡി സി സോഴ്സ് ഓർ ദ ഡി സി പാർട്ട് ഓഫ് ദി ബൈസിംഗ് യുവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇത്രയൊക്കെ നമുക്ക് ഡി സി ആയി. ഇനി നമ്മൾ വൺ മോർ തിങ്, അടുത്ത ഒരു കാര്യം വരയ്ക്കാൻ നമുക്ക് വരയ്ക്കാം. ഇത് ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ R1 ഉം R2 ആണ് നമ്മുടെ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യും. ഈ R2 അക്രോസ് വരുന്ന വോൾട്ടേജ് എന്താ ചെയ്യുന്നത് നോക്കി, ഇറ്റ് ഇസ് കമ്മിങ് ടു ദ ബേസ് ആൻഡ് എമിറ്റർ. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ VDBക്ക് തുല്യമാണ്. So this will forward bias the transistor. R1 ഇരിക്കുന്നത് എന്താ വെച്ചാൽ VCC നേരിട്ടുള്ള കണക്ഷനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ VCC നേരിട്ട് നമ്മുടെ ബേസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സാച്ചുറേഷനിലേക്ക് പോകും. അപ്പോൾ കുറേ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോകും. R1ന്റെ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് ശിഷ്ടം വരുന്ന വോൾട്ടേജ് R2 കിട്ടുള്ളൂ. ഈ R2 വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ ഇവരെ
ഫോർവേഡ് ബയസ് ചെയ്ത് ആക്റ്റീവ് റീജിയനിലേക്ക് എത്തിക്കുമ്പോൾ ഈ VCC പരിപൂർണ്ണമായിട്ട് ഇയാളോട് ഇല്ലാണ്ട് നേരെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഒറ്റയടി സാച്ചുറേഷനിൽ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതില്ലാതിരിക്കാൻ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ R1 നമ്മൾ വെച്ചിട്ടുള്ളത്. The R2 will forward bias the transistor because there will be a voltage drop. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഇവിടുത്തെ ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്യുക. ഇനി നേരത്തെ നമ്മളൊരു കളക്ടർ റെസിസ്റ്റർ വരച്ചിരുന്നു, അത് നമ്മൾ ഇവിടെ വരയ്ക്കും. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റർ R ഈ വെച്ചിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ വാട്ട് ഈസ് നോൺ ആസ് തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, തെർമൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഈ സർക്യൂട്ടിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ ഇല്ലെങ്കിൽ സർക്യൂട്ട് വളരെ പെട്ടെന്ന് തന്നെ കത്തിക്കും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്താൽ ഇറ്റ് ഇസ് നോൺ ആസ് തെർമൽ റണ്ണവേ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനില്ല. തെർമൽ റണ്ണവേ ഇസ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കേസസ് ഉണ്ട്. നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും അതില്ല. അപ്പോൾ ഓർക്കേണ്ട കാര്യം R ഈസ് ഹിയർ ഫോർ തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ DC പാർട്ട്. ഇനി AC നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ you will connect the AC like this. AC വരുമ്പോൾ എന്ത് വരും? രണ്ടോ മൂന്നോ കപ്പാസിറ്റേഴ്സ് വരും. CC ഇവിടെ ഒരു കപ്പാസിറ്റർ CC. These are known as കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ DC ഒക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ AC മാത്രം കടത്തി വിടുകയാണ് ഇവരുടെ പണി. ഇൻപുട്ടിൽ അങ്ങനെ തന്നെ ഔട്ട്പുട്ട് തന്നെ. അപ്പോൾ നമുക്ക് സംശയം എന്തിനാ ഔട്ട്പുട്ട് കപ്പാസിറ്റർ വേണം? ഔട്ട്പുട്ട് നമ്മൾ വേറെ എവിടേക്കൊന്നും കൊടുക്കില്ല, നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കില്ല. അല്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസിസ്റ്റർ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക, അതുപോലെ പല ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കും. പലപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന അടുത്തൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ കപ്പാസിറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കൂടെ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ DC നമുക്ക് ബ്ലോക്ക് ആക്കിയെന്ന് ഉറപ്പാക്കാം. ഈ പുറത്തേക്ക് വരുമ്പോൾ ഓക്കെ ഇവിടെ VCC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ കാരണമുള്ള AC DC കൂടെ പുറത്തേക്ക് വരിക. അപ്പോൾ ഈ കപ്പാസിറ്റർ പണി എന്താ? ഇവിടുത്തെ DC കമ്പോണൻ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് AC വേരിയേഷൻസ് മാത്രം പുറത്തേക്ക് എടുക്കുക. കാരണം എനിക്കത് മാത്രം മതി. ബിക്കോസ് ഐ ഹാവ് ഗിവൻ ആൻ AC ഹിയർ. DC എന്തിനാ? DC നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാനുള്ളതന്നെ. അത് എനിക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കൊടുത്ത ഇൻപുട്ടിനെ AC മാത്രമല്ല, ആ AC മാത്രം എനിക്ക് തിരിച്ച് കിട്ടിയാലും മതി. അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്തത്? ഈ കപ്ലിംഗ് കപ്പാസിറ്റർ വെക്കാണത്. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് എടുക്കാതെ ഇവിടെയാണ്. അത് പലപ്പോഴും ലോഡ് റെസിസ്റ്റൻസ് ലൈക്ക് ദിസ് RL. ലോഡ് റെസിസ്റ്റൻസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. പ്രാക്ടിക്കൽ സർക്യൂട്ട് ട്രാൻസിസ്റ്റർ. CE എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ ദ ഗെയിൻ. AC സർക്യൂട്ട് AC സിഗ്നലിന്റെ ഗെയിൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഗെയിൻ അധികം ഒന്നും ഉണ്ടാവില്ല, വലിയ ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. എന്തായാലും അത്ര ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നില്ല. ഇതിന്റെ ഇന്നർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ മെയിൻ കാർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ സോ ദിസ് ഇസ് വാട്ട് യു കോൾ ആസ് ദി പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒറ്റ VCC, ഒരു ബാറ്ററി സോഴ്സ് മാത്രമല്ല. ഇതെങ്ങനെ കാണിച്ചേക്കുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇതെന്താ ഈ പ്ലസ് VCC എവിടെ നിന്നാണ് നിൽക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, see the plus VCC is kept like this. This is the VCC. നമ്മൾ ഈ ബാറ്ററി സാധാരണ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ ഇങ്ങനെ കാണിക്കാറില്ല. കാരണം അത് വലിയൊരു വളച്ചുകെട്ട് വരയ്ക്കേണ്ട അവസ്ഥയാണ്. അത്ര നമ്മൾ കാണിക്കില്ല. അപ്പോൾ നമ്മൾ പ്ലസ് VCC എന്ന് ഇവിടെ എഴുതി കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ ബാറ്ററി ഇവിടെ നിൽപ്പുണ്ട്. ബാറ്ററി ഈസ് ഹെൽഡ് ലൈക്ക് ദിസ് ഹിയർ. അപ്പോൾ ഇതോടെ മായ്ച്ച് കളഞ്ഞാലും ബാറ്ററി ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. അതിനാണ് നമ്മൾ എന്ത് കാണിച്ചിട്ടുള്ളത്? ഈ VCC നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. പ്ലസ് VCC എന്ന് പറയാൻ കാരണം VCC എന്നുള്ള ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. നെഗറ്റീവ് എപ്പോഴും കോമൺ ഗ്രൗണ്ടിലേക്ക് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് ദി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത്, ഇത്രയും നേരം നമ്മൾ വോൾട്ടേജിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുവരെ നമ്മൾ പറയാത്തൊരു കാര്യം, ഇറ്റ് ഈസ് അബൌട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് AC. ഓക്കെ, ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സിഗ്നൽ ആംപ്ലിഫൈ. പക്ഷേ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് ഒരു കുഴപ്പം ന്യൂനത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്രീക്വൻസീസിനും അത് ഒരുപോലെ അല്ല ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ട്രാൻസിസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡിസൈൻ എ ട്രാൻസിസ്റ്റർ അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ ഓഡിയോ ആംപ്ലിഫയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ
സി ഇറ്റ് ഇസ് എ CE, കാരണം CE ആംപ്ലിഫയർ എന്ന് പറയാൻ ഇറ്റ്സ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. അപ്പോൾ CE ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ CE ആംപ്ലിഫയർ വിച്ച് ക്യാൻ ആംപ്ലിഫൈ സിഗ്നൽസ് ഹാവിംഗ് ഫ്രീക്വൻസീസ് 20 Hz to somewhere near 20 kHz. കാരണം ഇതാണ് നമ്മുടെ ഓഡിയോ റേഞ്ച്. അപ്പോൾ ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അതിനെ ചൊവ്വ നേരെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ചിലപ്പോൾ ചൊവ്വ നേരെ നടക്കില്ല. അപ്പോൾ ഡിസ്റ്റോർഷൻ കയറി വരും, നോയ്സ് കയറി വന്നേക്കാം. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നോയ്സ് കയറി വന്നേക്കാം, ചൊവ്വ നേരെ ആംപ്ലിഫൈ ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ ദ ഫ്രീക്വൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഫ്രീക്വൻസി മാറി എന്താ കുഴപ്പമില്ല. സോ വാട്ട് ഹാപ്പൻസ് when the frequency of the input signal changes എന്നുള്ള ടോപ്പിക് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്നുള്ള പാർട്ട്. ഓക്കെ.